സംസ്ഥാനത്ത് വീണ്ടും ചികിത്സാ പിഴവ്. കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം ഒരു കുട്ടി മരിച്ചതായി പരാതി. ആര്യനാട് പുനലാൽ ചക്കിപ്പാറ ഷാനിമ മനസ്സിൽ ഫാസിലിന്റെ 2.5 വയസ്സുള്ള ഐഷ ഫാത്തിമയാണ് മരിച്ചത്. കുടുംബത്തിന്റെ പരാതിയിൽ ആര്യനാട് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഇക്കഴിഞ്ഞ 18-ന് ഉച്ചയ്ക്ക് 2 മണിയോടെ കുഞ്ഞിന് തളർച്ചയും ശ്വാസതടസ്സവും അനുഭവപ്പെടുകയായിരുന്നു. തുടർന്നാണ് ആര്യനാട് സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പിറ്റേന്ന് വീണ്ടും കുട്ടിക്ക് പനിയുണ്ടായി. തുടർന്ന് കാട്ടാക്കട മമ്മൽ ആശുപത്രിയിലും എത്തിച്ചു. 20-ന് കൺപോള തടിച്ചു. അതിനുശേഷം കാട്ടാക്കട ശ്രീനേത്ര ആശുപത്രിയിലും ചികിത്സ തേടി. ഞായറാഴ്ച രാവിലെ 11 മണിയോടെ കുഞ്ഞിന് വീണ്ടും തളർച്ച അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് മമ്മൽ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ വെച്ച് രക്തം പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. ശേഷം ശ്വാസതടസ്സത്തിന് ആവി പിടിച്ചും ഓക്സിജൻ കൊടുക്കുകയും ചെയ്ത ശേഷം കയ്യിൽ 2 ഇഞ്ചക്ഷൻ കൂടി കൊടുത്തു. ഇതോടെ കുഞ്ഞിന് അസുഖം കൂടി. മമ്മൽ ആശുപത്രിയിലെ 2 ഡോക്ടർമാരും 1 നഴ്സും ബന്ധുക്കളോടൊപ്പം കുഞ്ഞിനെ ആംബുലൻസിൽ ഉടൻ തന്നെ നെയ്യാർ മെഡിസിറ്റി അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 12:55ഓടെ കുഞ്ഞ് മരിച്ചതായി ഡോക്ടർമാർ അറിയിച്ചു. മൃതദേഹം നെയ്യാർ മെഡിസിറ്റി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കുഞ്ഞ് എങ്ങനെ മരിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരൂ. എന്തായാലും തുടർച്ചയായ ചികിത്സാ പിഴവുകളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നിരവധി പേരാണ് വീണ്ടും പരാതി ഉന്നയിച്ച് രംഗത്ത് വന്നത്.